കാണാൻ ഏറ്റവും ഭംഗിയുള്ള ഫ്രൂട്ട് ഏതാന്ന് ചോദിച്ചാൽ സ്ട്രോബെറി ആണെന്നാണ് ഞാൻ പറയുന്നത്. ഫേവറേറ്റ് ഫ്രൂട്ടിന്റെ പേര് ചോദിച്ചാൽ എന്റെ മകളടങ്ങുന്ന പല കുട്ടികളും അത് സ്ട്രോബെറി ആണെന്ന് പറയും. പലപ്പോഴും കഴിച്ചിട്ട് പോലും ഇല്ലാത്ത ആ ഫ്രൂട്ടിന്റെ പേര് പറയുന്നത് അതിന്റെ ഭംഗി കണ്ടിട്ട് തന്നെയാണ്. എല്ലാവർക്കും അറിയാവുന്നത് പോലെ പുറത്ത് സീഡ്സ് ഉള്ള ഏക പഴമാണ് സ്ട്രോബെറി എന്നും മധുരവും ചെറിയ പുളിയുള്ള രുചിയാണ് അതിനെന്നും തണുത്ത കാലാവസ്ഥയിൽ കിട്ടുന്ന സീസണൽ പഴാണെന്നും ഒക്കെ എനിക്ക് ഇപ്പൊ അറിയാം. എന്നാൽ ഇതൊന്നും അറിയാത്ത ഒരു ചൈൽഡ്ഹുഡ് സ്റ്റോറി എനിക്കുണ്ട്. എന്റെ ഫേവറേറ്റ് ഫ്രൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ കഴിച്ചിട്ട് പോലും ഇല്ലാത്ത സ്ട്രോബെറിയുടെ പേരാണെന്ന് ഞാൻ പറയാറുണ്ട്. സ്ട്രോബെറി നിന്റെ ഫേവറേറ്റ് ഫ്രൂട്ടോ, അതിന് നീ അത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ടായിട്ടുണ്ട്. ഞാൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യം സ്ട്രോബെറി കാണുന്നത്. സൺഡേ ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ചിരുന്ന എന്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു ബുക്കിന്റെ പേജില് സ്ട്രോബെറി കാണിച്ചു തന്നു. അന്നേ വരെ കണ്ടിട്ടില്ലാത്ത നല്ല ഭംഗിയുള്ള ഒരു ഫ്രൂട്ട് കണ്ടപ്പോ സത്യം പറഞ്ഞാൽ അത് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ഫ്രൂട്ടിനെ പറ്റിയുള്ള സംസാരം വരുമ്പോ എന്റെ ഫേവറേറ്റ് ഫ്രൂട്ട് സ്ട്രോബെറി ആണെന്ന് അങ്ങ് തട്ടിവിടും. സത്യത്തിൽ അത് കഴിക്കുക പോയിട്ട് നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല. അങ്ങനെ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിലെ ഒരു ഫ്രണ്ട് ഒരു ദിവസം രാവിലത്തെ ഇന്റർവെല്ലിന്റെ സമയത്ത് ഒരു ചെറിയ ബോക്സ് ഞാൻ ഏറ്റവും അധികം കാണണമെന്നും ടേസ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച ഫ്രൂട്ടായിരുന്നു അതിന്റെ ഉള്ളിൽ. ഞങ്ങൾ ഒരു 3-4 പേര് ഒന്നിച്ചിരുന്ന് അതങ്ങ് കഴിച്ചു തീർത്തു. കഴിച്ചതിന്റെ എക്സൈറ്റ്മെന്റിൽ ഞാൻ പറഞ്ഞു, ആദ്യമായിട്ടാണ് ഇത് ഞാൻ കഴിക്കുന്നത്, എനിക്ക് ഇഷ്ടമായി നോക്കാം. ഫ്രൂട്ട് കൊണ്ടുവന്ന എന്റെ കൂട്ടുകാരി അപ്പം മുതൽ എന്നെ കളിയാക്കാൻ തുടങ്ങി. നീ ഇതുവരെ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ, നീ സ്ട്രോബെറി കാണുന്നത് പോലെ ആദ്യമായിട്ടാണോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് എന്നെ കളിയാക്കി. ഒരുപാട് നേരം ആ കളിയാക്കൽ തുടർന്നപ്പോ അപമാനഭാരം സഹിക്കാൻ പറ്റാണ്ട് ആ കുഞ്ഞു മനസ്സ് പെടഞ്ഞ് അവസാനം അവിടെ നിന്ന് മാറിപ്പോയി. പഠിക്കാൻ വിട്ടിട്ട് അന്നേ വരെ ഒരാഗ്രഹം പോലും അമ്മേനോട് പറയാത്ത ഞാൻ അന്ന് സ്കൂൾ വിട്ട് ചെന്നിട്ട് ആദ്യം പറഞ്ഞത് നമുക്കൊരു സ്ട്രോബെറിയുടെ മരം മേടിക്കണം, എന്നിട്ട് ആ മരത്തുമ്മേ നിറയെ സ്ട്രോബെറി ഉണ്ടാവുമ്പോൾ എനിക്കത് ക്ലാസ്സിൽ കൊണ്ടുപോയി കൊതിപ്പിക്കണം എന്നൊക്കെയാണ്. അന്ന് അമ്മ പറഞ്ഞ മറുപടി എന്നെ ഒരുപാട് വിഷമിപ്പിച്ചു. ഇത് നമ്മുടെ നാട്ടിലുണ്ടാവില്ല, ഊട്ടിയിലൊക്കെയാണ് ഇത് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു. ക്ലാസ്സിൽ സ്ട്രോബെറി വിതരണം ചെയ്ത ആളും ഊട്ടിയിൽ നിന്ന് തന്നെയാണ് ഇത് കൊണ്ടുവന്നത്. അതിനുശേഷം പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് ഒരു ടൂർ പോകാനിടയായി. അന്ന് 40 രൂപ ഒരു കുഞ്ഞു ബോക്സിന് എന്നിങ്ങനെ അത് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കരഞ്ഞ് കേണപേക്ഷിച്ച് കിട്ടിയ ഒരു 50 രൂപയും കൊണ്ടാണ് ഞാൻ ടൂറിന് പോയിരുന്നത്. ആ 50 രൂപ തന്നത് ഒന്നും മേടിക്കാനല്ലെന്നും കയ്യിൽ വെക്കാനെന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ വിട്ടത്. എന്നാലും അന്ന് കിട്ടിയ ആ അപമാനഭാരം സഹിക്കാൻ പറ്റാത്ത കുഞ്ഞ് 40 രൂപയ്ക്ക് ആ സ്ട്രോബെറി ബോക്സ് മേടിച്ചു. ആർക്കും കൊടുക്കാതെ അത് വീട്ടിലെത്തിച്ച് തുറന്ന് അതിൽ നിന്ന് ഒരു കടി കടിച്ചപ്പോ നല്ല പുളി. 40 രൂപ വെറുതെ കളഞ്ഞെന്നും പറഞ്ഞ് അന്ന് കേൾക്കാത്ത വഴക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ആ ഫ്രൂട്ട് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റി തുടങ്ങിയപ്പോ സത്യത്തിൽ എനിക്ക് മനസ്സിലായി ഇതെന്റെ ഫേവറേറ്റ് ഫ്രൂട്ട് ആയിരുന്നില്ല. ഇത് കാണാൻ പറ്റാത്തത് കൊണ്ടും കഴിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള ജസ്റ്റ് എക്സൈറ്റ്മെന്റ് മാത്രമായിരുന്നു. സത്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം സ്ട്രോബെറി എന്ന് പറയുന്നത് ഒരു ഫാൻസി ഫ്രൂട്ടാണ്. ഫ്ലേവേർഡ് അല്ലാതെ കേക്കായും ജാമായും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോ സ്ട്രോബെറി ഒരുപാട് കഴിക്കാൻ കിട്ടാറുണ്ട്. റിച്ച് ഇൻ ആന്റി ഓക്സിഡന്റ്, വിറ്റമിൻ സി, ഫോളേറ്റ്, വിറ്റമിൻ എ, വിറ്റമിൻ കെ, പൊട്ടാസ്യം, മാഗ്നീസ്, ഫൈബർ, കാൽഷ്യം, അയേൺ, ഇതെല്ലാത്തിന്റെയും കലവറയായിട്ടുള്ള സ്ട്രോബെറി അങ്ങനെ നിസ്സാരക്കാരനൊന്നല്ല. ദീസ് ആന്റി ഓക്സിഡന്റ്സ് പ്രൊട്ടക്ട് us ഫ്രം ഹാർട്ട് ഡിസീസസ്, ക്യാൻസർ ആൻഡ് ഇൻഫ്ലമേഷൻ. ഇത്രയൊക്കെ ആണെങ്കിലും ഞാനൊരു സത്യം പറയാം, സ്ട്രോബെറി ഒരു ട്രൂ ബെറി അല്ല, സ്ട്രോബെറി ഒരു ട്രൂ ഫ്രൂട്ടും അല്ല. റോസ് ഫ്ലവർ ഫാമിലിയിൽപ്പെട്ട ആളാണ് നമ്മുടെ സ്ട്രോബെറി.